അമ്പാടി ചേട്ടൻ കളരിക്ക് പോയി സമ്മാനങ്ങളൊക്കെ വാങ്ങുന്നത് കണ്ടപ്പം ജാനിക്കുട്ടിക്കും ഒരാഗ്രഹം, കളരി പഠിക്കണം. കൊച്ചുങ്ങളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളങ്ങനെ വേണ്ടാന്ന് പറയുന്നത്. അങ്ങനെ കാശാനെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഗണപതി ഒരുക്കും ചന്ദനവും കർപ്പൂരവും തിരിയും എല്ലാം വാങ്ങിച്ചു. കച്ച കെട്ടാനുള്ള തുണിയും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകിട്ട് അമ്പാടിക്കുട്ടൻ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും കാണുന്നതാണല്ലോ. പിന്നെ രണ്ടുപേരും കൂടെ ചില വിദ്യകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പയറ്റാറും ഉണ്ട്. പൂത്തറയിൽ വിളക്ക് വെച്ച് കർപ്പൂരം കത്തിച്ചുകൊണ്ട് കളരി പരമ്പര ദൈവങ്ങളെയും 33 ദേവഗണങ്ങളെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജാനിക്കുട്ടി അങ്ങനെ അവളുടെ ആദ്യ ചുവട് വയ്ക്കാൻ തുടങ്ങി. മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നതിലുപരി സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളും ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ആയോധന കലകൾ പരിശീലിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. ഞങ്ങളുടെ ആശാൻ്റെ പേര് ശശിഗുരുക്കൾ എന്നാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ വെക്കേഷൻ സമയത്തൊക്കെ ക്രാഷ് കോഴ്സ് പോലെ ചില സൂത്രങ്ങളൊക്കെ പഠിക്കാൻ ഇവിടെ വരാറുണ്ടേ. തെക്കൻ കളരിയും വടക്കൻ കളരിയും ഉണ്ടല്ലോ, അതിൽ തന്നെ തെക്കൻ കളരിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആശാൻ 7ഓളം സ്ഥലങ്ങളിൽ കളരി പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാനുക്കുട്ടി കളരി പഠനത്തിലോട്ട് കടന്നു. ആദ്യം നേർകാലടിക്കാനാണ് പഠിപ്പിക്കുന്നത്. വലത് കാല് പൊക്കി ഇടത് കാല് പൊക്കി അങ്ങനെ ആശാൻ ഓരോന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആശാൻ്റെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്കൊക്കെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെ കളിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.